ആലപ്പുഴ ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിലെ റാഗിങ്ങിൽ കൂടുതൽ പരാതികളുമായി രക്ഷിതാക്കൾ 5 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം മാത്രമാണ് ഉണ്ടായത് എന്നാണ് കളക്ടർ വിശദീകരിക്കുന്നത്. അതിന് റാഗിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റ് ഇല്ല. അവിടെ 2 വർഷം ഈ 6ാം ക്ലാസ്സിലാണ് നവോദയ സ്കൂൾ സ്റ്റാർട്ട്, 6ഉം 7ഉം കഴിഞ്ഞ് 8ാമത്തെ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അപ്പോൾ 2 വർഷമായിട്ട് പഠിച്ച കുട്ടികൾ. അപ്പോൾ അവരൊരു കാരണവശാലും റാഗിങ്ങിൻ്റെ ഒരു മാനദണ്ഡത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കുട്ടികൾ തമ്മിൽ ചെറിയ സ്പർദ്ധ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ആശയപരിധി ഉണ്ടായത് ചെറിയ ഇഷ്യൂസിലൂടെ കൊണ്ടുവന്നു. ഫിസിക്കലായിട്ട് ദേഹത്ത് പാടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, മറ്റു ഉപദ്രവിച്ച രീതിയിലുള്ള പാടുകളൊന്നും തന്നെ ഇല്ല. അവർ ഇതാരും വ്യക്തമായിട്ട് കണ്ടിട്ടുമില്ല. കുട്ടികൾ പറഞ്ഞുള്ള ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്താണെന്ന് നോക്കാം, പരിശോധിക്കും. പരാതിക്കാരെ ഞാൻ വന്ന് കണ്ടിരുന്നു. ഇവിടെ നിന്ന് പരാതി ഒന്നേ ലഭിച്ചുള്ള 6 കുട്ടികളുടെ പേരൻസ് ആവുന്നത്. അശ്വിൻ പാലാഴി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, അങ്ങനെ 6 രക്ഷിതാക്കളുടെ പരാതി എന്ന് കളക്ടർ പറയുന്നു, പക്ഷേ അത് റാഗിംഗ് അല്ല എന്നാണല്ലോ അദ്ദേഹം വിശദീകരിക്കുന്നത്. അശ്വിൻ, ഉന്മേഷ്, അങ്ങനെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് മാത്രമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ തയ്യാറായിരുന്നത്. അതിന് പിന്നാലെ അന്ന് നടത്തിയ പ്രതികരണത്തിൽ തനിക്കൊപ്പം 5 വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ പരാതിപ്പെടാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ആരോപണം. എന്തായാലും സംഭവം വലിയ വിവാദമായതിനു ശേഷമാണ് ഈ അവശേഷിച്ച 5 പേർ കൂടി പരാതി നൽകാൻ സന്നദ്ധരായത്. അവർ ആദ്യഘട്ടത്തിൽ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകി. അതിനുശേഷം സ്കൂളിലെ, അതായത് ജവഹർ നവോദയ സ്കൂളിലെ ആന്റി റാഗിംഗ് സെല്ലിലും അതിനുശേഷം മാന്നാറിലെ പോലീസ് സ്റ്റേഷനിലും ഈ സീനിയർ വിദ്യാർത്ഥികൾ, +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ മക്കളെ റാഗ് ചെയ്തു എന്നുള്ള പരാതി രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഈ നവോദയ സ്കൂളിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട 6 പരാതികളാണ് പോലീസിലും കളക്ടർക്ക് മുന്നിലും ഉള്ളത്. അതേസമയം ഈ ജവഹർ നവോദയ വിദ്യാലയത്തിന്റെ ചെയർമാനാണ് ജില്ലാ കളക്ടർ. അദ്ദേഹം ഈ വിഷയത്തിൽ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അത് സ്കൂളുകാർ നൽകുന്ന, പ്രിൻസിപ്പൽ അടക്കം നൽകുന്ന വിശദീകരണത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കുട്ടികളെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ +1 വിദ്യാർത്ഥികൾ റാഗു ചെയ്യുകയല്ല, അവരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഒപ്പം ഇവർ തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ ഭാഗമായി ഉണ്ടായ തുടർ തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു റാഗിങ്ങിന്റെ മാനമില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടറും വ്യക്തമാക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ ആരോപണം. ഇതിൽ നടപടിയായില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ നേരിൽ കണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.